ഹായ് ഹലോ നമസ്കാരം. ഡ്രീം ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര സൗത്ത് ഇന്ത്യയിലെ പ്രശസ്തമായ വെള്ളച്ചാട്ടങ്ങളിലൊന്നായ തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഹൊഗനക്കൽ ഫാൾസിലേക്കാണ്. തമിഴ്നാട് കർണാടക അതിർത്തിയിൽ കാവേരി നദിയിലാണ് ഈ വെള്ളച്ചാട്ടം. ഇവിടേക്ക് രണ്ട് അപ്രോച്ചുകളാണുള്ളത്. ഒന്ന് തമിഴ്നാട്ടിലെ ധർമ്മപുരിയിൽ നിന്നും 46 കിലോമീറ്റർ അകലെയും ഇനിയൊന്ന് കർണാടകയിലെ ചാരജ് നഗറിൽ നിന്നും 199 കിലോമീറ്റർ അകലെയും. അല്പം വീതി കുറഞ്ഞതും എന്നാൽ യാത്രയ്ക്ക് അനുകൂലമായ തിരക്ക് കുറഞ്ഞ നല്ല നിലവാരമുള്ള റോഡുകളാണ് ഇങ്ങോട്ടുള്ളത്. കാടിന് നടുവിലൂടെയുള്ള ഈ യാത്രയിൽ ഒരു പീക്കോക്ക് റോഡ് മുറിച്ച് കിടക്കുന്ന ദൃശ്യങ്ങളാണിത്. റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി നിരവധി അലേർട്ട് ബോർഡുകൾ നമുക്ക് കാണാൻ കഴിയും. വാഹനം നിർത്തരുതെന്നും മൃഗങ്ങൾ റോഡ് മുറിച്ച് കടക്കുവാൻ സാധ്യതയുണ്ടെന്നും മൃഗങ്ങൾക്ക് ഫീഡ് ചെയ്യരുതെന്നും ഒക്കെയാണവ. കാവേരി റോഡിനരികിലൂടെ ഒഴുകുന്ന ഇടങ്ങളിൽ ക്രോക്കഡൈൽ വാർണിംഗ് ബോർഡും നദിയിൽ ഇറങ്ങരുതെന്നും ബോർഡുകളും കാണാം. ഈ വെള്ളച്ചാട്ടത്തിലൂടെയുള്ള കുട്ടവഞ്ചി സവാരിയുടെ ടിക്കറ്റ് കൗണ്ടറാണിത്. ഒരു കുട്ടവഞ്ചിക്ക് 1500 രൂപയാണ് ചാർജ്. 4 പേർക്ക് ഒരു കുട്ടവഞ്ചിയിൽ യാത്ര ചെയ്യാൻ കഴിയും. ടിക്കറ്റ് എടുത്തതിന് ശേഷം ലൈഫ് ജാക്കറ്റുകൾ ധരിച്ച് ഒരു ചെറിയ അകലം ആദ്യം നമ്മൾ കുട്ടവഞ്ചിയിലൂടെ കടന്ന് അപ്പുറത്തെ കടവിലേക്ക് എത്തണം. പിന്നീട് അവിടെ നിന്ന് നടന്ന് നമ്മൾ സവാരിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകും. ആ നടപ്പാതയുടെ വശങ്ങളിലായി കുട്ടവഞ്ചികൾ കമഴ്ത്തി വെച്ചിരിക്കുന്നത് കാണാം. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഏറ്റവും കൗതുകരമായത് ഇവിടുത്തെ കുട്ടവഞ്ചി സവാരി തന്നെയാണ്. സുരക്ഷയെ മുൻനിർത്തി എല്ലാ സഞ്ചാരികളും ലൈഫ് ജാക്കറ്റ് നിർബന്ധമായും ധരിക്കേണ്ടതാണ്. പ്രവൃത്തി ദിവസമായതുകൊണ്ട് തന്നെ തിരക്ക് കുറവാണ്. വീക്കെൻഡുകളിൽ ഇവിടെ ക്യൂ നിന്ന് സവാരി ചെയ്യേണ്ട അവസ്ഥയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കുട്ടവഞ്ചികൾ നമ്മളെയും കാത്ത് നിൽപ്പുണ്ട്. അങ്ങനെ ഇവിടെ നിന്നും നമ്മുടെ കൊറാക്കൽ റാഫ്റ്റിംഗ് അഥവാ കുട്ടവഞ്ചി സവാരി ആരംഭിക്കുകയാണ്. നമ്മൾ തമിഴ്നാട് ഭാഗത്തു നിന്ന് സവാരി ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ കാഴ്ച അലറി കുതിച്ചു വരുന്ന ഈ വെള്ളച്ചാട്ടം തന്നെയാണ്. കുതിച്ചു വരുന്ന ഈ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് കുട്ടവഞ്ചി എത്തിക്കുക എന്നത് വളരെ ശ്രമകരമാണ്. നല്ല പരിചയസമ്പന്നരായ തുഴച്ചിൽക്കാരാണ് ഇവിടെ ഉള്ളത്. നമ്മൾ അടങ്ങിയിരുന്നു കൊടുത്താൽ ഈ ഫാൾസിൻ്റെ നേരെ അടിയിൽ കൊണ്ടുപോയി നിർത്തിത്തരുവർ. ഇപ്പോൾ തന്നെ ഈ ഭാഗത്ത് 50 അടിയിലധികം ആഴമുണ്ടെന്നാണ് ഇവർ പറയുന്നത്. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി മലനിരകളിലെ തലക്കാവേരിയിൽ നിന്നും ആരംഭിക്കുന്ന ഈ കാവേരി വിവിധ പോഷക നദികളെല്ലാം ചേർന്ന് ഹൊഗനക്കലിലെത്തുമ്പോൾ വലിയൊരു നദിയായി രൂപാന്തരപ്പെടുന്നു. അത് പാറക്കെട്ടുകൾ നിറഞ്ഞ ഈ പ്രദേശത്തു കൂടി ഒഴുകുമ്പോൾ നിരവധി വെള്ളച്ചാട്ടങ്ങൾ സൃഷ്ടിക്കുന്നു. 60 അടിയോളം ഉയരത്തിൽ നിന്നും ഈ വെള്ളം വീഴുന്നത് ഒരു ഇടിമുഴക്കം പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെ വെള്ളച്ചാട്ടത്തിൽ നിന്നും കാവേരിയോടൊപ്പം കാർബണേറ്റ് പാറകൾക്കിടയിലൂടെ നമ്മുടെ കുട്ടവഞ്ചിയും കർണാടക ഭാഗത്തേക്ക് യാത്രയാവുകയാണ്. ഇതിനിടയിലാണ് തമിഴ്നാട് കർണാടക അതിർത്തി. ആടി മാസത്തിൽ, അതായത് നമ്മുടെ കർക്കിടക മാസം, ഈ പാറക്കൂട്ടങ്ങളിലെ മുകളിൽ വരെ വെള്ളം എത്താറുണ്ടത്രേ. അപ്പോൾ ഏകദേശം 1 മാസത്തോളം ഇവിടെ ഈ സവാരി നടത്താൻ കഴിയുകയില്ല. ഇത് കർണാടക ഭാഗത്തു നിന്ന് ആരംഭിക്കുന്ന കുട്ടവഞ്ചികളാണ്. അവിടുത്തെ തുഴച്ചിൽക്കാരുടെ യൂണിഫോമാണ് മഞ്ഞ നിറത്തിലുള്ള ഈ ഷർട്ട്. ഇവരൊക്കെ വീരപ്പൻ്റെ സ്വന്തക്കാരാണത്രേ. നമ്മുടെ കുട്ടവഞ്ചി തുഴയുന്ന ചേട്ടൻ തമാശയായി പറഞ്ഞതാണ്. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിരവധി മണൽ കൂനകൾ കാണാൻ കഴിയും. വെള്ളം നിറഞ്ഞൊഴുകുന്ന സമയത്ത് കാവേരി തന്നെ നിക്ഷേപിക്കുന്നതാണ്. നമ്മൾ ആവശ്യപ്പെട്ടാൽ അവരവിടേക്ക് വഞ്ചി അടുപ്പിച്ച് മണൽപ്പരപ്പിനടുത്ത് ഇറങ്ങാവുന്നതാണ്. അതിനടുത്തുള്ള ആഴം കുറഞ്ഞ പ്രദേശത്ത് വേണമെങ്കിൽ ഇറങ്ങി കുളിക്കുവാനും കഴിയും. കൂടാതെ തല കറക്കാനുള്ള വിദ്യകളും ഇവരുടെ കയ്യിലുണ്ട്. ഇവിടുത്തെ ജനങ്ങളുടെ ഒരു മുഖ്യ ജീവിതോപാധിയാണ് മത്സ്യബന്ധനം. ഈ നദിയിൽ നിന്ന് പിടിക്കുന്ന മത്സ്യങ്ങൾ ഇതിൻ്റെ തീരത്ത് തന്നെ സഞ്ചാരികൾക്കായി പാകം ചെയ്ത് വിൽക്കുന്നുണ്ട്. കൂടാതെ ഫ്രൂട്ട്സും പാനീയങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളുമായി വിൽപ്പന നടത്തുന്ന കുട്ടവഞ്ചികളും നമുക്ക് ഈ യാത്രയിൽ കാണാവുന്നതാണ്. അങ്ങനെ യാത്ര അവസാനിപ്പിച്ച് വഞ്ചി ഇറങ്ങിയാൽ അടുത്ത് തന്നെ ഒരു തൂക്കുപാലം കാണാം. 20 രൂപയാണ് അവിടേക്കുള്ള എൻട്രി ഫീസ്. അതിന് മുകളിൽ നിന്നാൽ മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ കണ്ട് ആസ്വദിക്കുവാനും ഫോട്ടോയും വീഡിയോകളും മറ്റും പകർത്തുവാനും കഴിയും. വഞ്ചി ഇറങ്ങിയാൽ എണ്ണക്കുപ്പിയും ഏന്തി ബോഡി മസാജ് വേണോ എന്ന ചോദ്യവുമായി നിരവധി പേരെ കാണാം. താല്പര്യമുണ്ടെങ്കിൽ മസാജും കഴിഞ്ഞ് വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഫാമിലിയായും അല്ലാതെയും ഒരു ഫുൾ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് തീർച്ചയായും ആസ്വാദകരമാണ് ഹൊഗനക്കൽ ഫാൾസ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. നന്ദി.